ഹായ്, നമസ്കാരം. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ 2024 ഡിസംബറിൽ വരും എന്നുള്ള രീതിയിൽ, ഡിസംബർ ജനുവരി എന്നുള്ള രീതിയിലാണ് PSC ആയിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെയുള്ള അപ്ഡേഷൻസ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യം. പക്ഷേ എന്നാൽ പോലും നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത പലയിടത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഡിസംബർ 17-ാം തീയതിയാണ്. ഡിസംബർ 17-ാം തീയതി നമ്മുടെ മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത വന്നിരിക്കുന്നു. 109 തസ്തികകളിൽ PSC വിജ്ഞാപനം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കൃത്യമായിട്ട് ഹയർ സെക്കൻഡറി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് വിഷയങ്ങൾ, ഹൈസ്കൂൾ ടീച്ചർ തുടങ്ങി 109 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം തയ്യാറായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു വാർത്ത മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാർത്തയെ നമുക്ക് വിശ്വസിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് വരുന്നുണ്ട്, എങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ടച്ചില്ലാണ്ടിരിക്കുന്നു, എങ്ങനെ പഠിച്ചെടുക്കാം, HSA ഫിസിക്കൽ സയൻസ് എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് ഇതൊന്ന് ആരംഭിക്കേണ്ടതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കോച്ചിങ് കൊടുക്കുന്നുണ്ട്, ഒരു 2-3 years ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മലയാളത്തിലാണ് ഈ കണ്ടന്റ് പഠിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻട്രിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അതിനകത്ത് നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്ന ചില മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ജനറലി അല്ലാത്തവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ HSA ഫിസിക്കൽ സയൻസ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെ ആദ്യം ഒന്ന് വിലയിരുത്തണം. ഞാൻ ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ വിശദമായിട്ട് പിന്നീട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളിലേക്കൊക്കെ വരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെ വിലയിരുത്തുകയും അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ, അതിനുശേഷം നടന്നിട്ടുള്ള എക്സാമുകളിലും ഇപ്പോൾ കറണ്ടായിട്ട് ഡിഗ്രി ലെവലിലുള്ള എക്സാമുകളിൽ നടന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് PSC എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്ട് ഒരു 25ഓളം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് PSC കറൻ്റ്ലി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 2016 ഒക്കെ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, ദ്രാവക തുള്ളികൾ ഗോളാകൃതിയിൽ പ്രാപിക്കാനുള്ള കാരണം ഡാഷാണ്. വിസ്കസ് ബലം, പ്രതല ബലം, ന്യൂക്ലിയർ ബലം, ഗുരുത്വ ബലം. ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മുഴുവൻ പരിശോധിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറയാനോ അല്ല. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇത് പ്യുവർ മലയാളത്തിലേക്ക് കണ്ടന്റ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഗോളാകൃതിയിൽ ദ്രാവക തുള്ളികൾ വരാൻ കാരണം, അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് പ്രതലബലമാണ്. അത് സർഫസ് ടെൻഷൻ ആണെന്ന് മനസ്സിലാവുന്ന ഒരാൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇംഗ്ലീഷിൽ പഠിച്ചതുകൊണ്ട് HSA ഫിസിക്കൽ സയൻസ് പഴയ സിലബസ് പ്രകാരം അല്ലെങ്കിൽ പഴയ നോട്ടിഫിക്കേഷനുകളിലുള്ള രീതികളും ലാസ്റ്റ് നടന്ന ബാക്കി നാച്ചുറൽ സയൻസ് HSA ഒക്കെ നോക്കിയാലും നിങ്ങൾ സബ്ജക്റ്റ് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് മലയാളത്തിലും 20 മാർക്കിൻ്റെ ജനറൽ കണ്ടന്റ് ഇംഗ്ലീഷിലുമാണ് ചോദിക്കുന്നത്. സോ സബ്ജക്റ്റ് മലയാളത്തിൽ തന്നെ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എവിടെയാണ് പഠിക്കാൻ പറ്റുക? +1 +2ൻ്റെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 2 2 4 4 8 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആവും പാർട്ടുകളായിട്ട്. 8 ടെക്സ്റ്റ് ബുക്ക്. ആ 8 ടെക്സ്റ്റ് ബുക്കുകളായിട്ട് ഞാൻ പറയുന്നത് പഴയ ടെക്സ്റ്റ് ബുക്കുകളാണ് കേട്ടോ, ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് അല്ല. പഴയ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ മലയാളം വേർഷൻ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ കണ്ടന്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. ഇപ്പോൾ ഒരുപാട് കണ്ടന്റ് ഡിലീറ്റ് ചെയ്തിട്ടാണ് പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ, ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഈ വർഷമൊക്കെ ഇറങ്ങിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒരുപാട് ടോപ്പിക്കുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. ഡിഗ്രി ലെവലിലേക്ക് കൂടി ഉയരുന്ന ടോപ്പിക്കുകൾ ഒരു പരിധിവരെ അതിനകത്ത് കവർ ചെയ്യാൻ സാധിക്കും. ഒരു 80% നിങ്ങൾക്ക് സിലബസിനെ കവർ ചെയ്യാൻ NCERT ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. അതിലെ മലയാളം വാക്കുകളാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ വരുന്നത് കാണുന്നത്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നും ദൂരം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണെന്നും അംശബന്ധം എന്നാൽ റേഷ്യോ ആണെന്നും മനസ്സിലാകുന്ന ഒരാൾക്കല്ലേ ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പം മലയാളത്തിൽ ഈ വാക്കുകളോട് ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാനുള്ള ഒരു സമയമുണ്ട്. ആദ്യമേ കാണുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ വർക്ക് ചെയ്യുക. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. ഏത് പ്ലാറ്റ്ഫോം എങ്ങനെ പഠിക്കുന്നു, ഏത് റാങ്ക് ഫയൽ ഉപയോഗിക്കുന്നു, ഇതൊന്നുമല്ല. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് മലയാളത്തിലാക്കി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ആദ്യ ഘട്ടത്തിൽ തന്നെ അത് എത്തുകയും ചെയ്യണം. പരമാവധി ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുക എന്നൊക്കെയുള്ളതാണ് പിന്നീട് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ എൻട്രിയിലാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇത് തന്നെയാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ബാച്ചൊക്കെ ഈ ഡിസംബറിൽ ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നതും NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അത് ഡിസ്കസ് ചെയ്യാണ്. ലൈവ് സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്യും. അതേപോലെ ഓരോ സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഓരോരുത്തർ അധ്യാപകരാണെന്നുള്ളതുകൊണ്ട് ഒരു കമ്പൈൻഡ് സ്റ്റഡി മോഡലുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ മോഡലുള്ള ഒരു ബാച്ചിനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അണ്ടർ വർക്കിലൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളിലല്ല വരുന്നത്. ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് നിങ്ങൾ എങ്ങനെ പഠിച്ചോളൂ, ഏത് പ്ലാറ്റ്ഫോമിൽ പഠിച്ചോളൂ, അത് വിഷയമല്ല. പക്ഷേ അവിടെ മലയാളത്തിൽ കണ്ടന്റ് പഠിക്കുക, അതേപോലെ തന്നെ കൂടുതൽ എക്സാംസും ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ റിസോഴ്സുകളും ഉപയോഗിക്കാം. നമുക്ക് നീറ്റിൻ്റെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉപയോഗിക്കാം, നവോദയയുടെയും PGTയുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ KVയുടെ ഒക്കെ PGTയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉപയോഗിക്കാൻ സാധിക്കും.
നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിനിപ്പം ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. സ്ഥാനാന്തരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിസ്റ്റൻസിന് ഈക്വൽ ആവാം അല്ലെങ്കിൽ ഡിസ്റ്റൻസിനേക്കാൾ പിന്നീട് കുറവായിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. ഇനി ഈ കാലത്ത് PSC ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് എടുത്താണ് എക്സാമ്പിൾ കാണിക്കാനായിട്ട്. അതായത് ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകളിൽ നിന്നാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ആ കൺസെപ്റ്റുകളെ നന്നായി മനസ്സിലാക്കി പഠിക്കുന്ന ഒരാൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് വരുമ്പോൾ അതിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് കറന്റ് ലാസ്റ്റ് നടന്നിട്ടുള്ള ICDS പോലുള്ള എക്സാമുകൾ, ഡിഗ്രി ലെവലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമാണ് ICDS. അതിലടക്കം ഈവൻ LDCയുടെ പ്രിലിംസിന്റെ അല്ലെങ്കിൽ LDCയുടെ 10th ലെവൽ എക്സാമിൽ അടക്കം നമുക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇനി വരുന്ന HSA ലെവൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കൺസെപ്റ്റ് കൂടുതലായിട്ട് നമ്മൾ ബേസിക്സ് അറിഞ്ഞിരിക്കുകയും സ്റ്റേറ്റ്മെന്റുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കുക. ആ രീതിയിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ ചോദ്യത്തിൽ നോക്കൂ, കാതോട് കിരണങ്ങളുടെ സവിശേഷത പെടാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. കാതോട് കിരണങ്ങൾ കാതോടിൽ നിന്ന് ആനോഡിലേക്ക് നീങ്ങുന്നു. ടെലിവിഷൻ ചിത്രനാളികൾ കാതോട് കിരണങ്ങൾ നാളികളാണ്. കാതോട് കിരണത്തിൽ പ്രോട്ടോണുകളുടെ സാന്നിധ്യമുണ്ട്. ഇവ ഇലക്ട്രോൺ നിർമ്മിക്കുന്ന പദാർത്ഥങ്ങളുടെയും കാതോട് കിരണനാളിയിൽ എടുത്തിരിക്കുന്ന വാതകത്തിന്റെ സ്വഭാവത്തെയും ആശ്രയിക്കുന്നില്ല. ഇവിടെ ഒരെണ്ണം തെറ്റാ. ആ തെറ്റാണെന്ന് അറിയണമെങ്കിൽ കാതോട് കിരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ +1 കെമിസ്ട്രിയുടെ ആറ്റോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ആറ്റം ഘടന എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ കാതോട് റേ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാതോട് കിരണങ്ങളുടെ സ്പെഷ്യാലിറ്റികളും പറയുന്നുണ്ട്. അവിടെ കാതോടിൽ നിന്ന് ആനോഡിലേക്കാണ് നീങ്ങുന്നത്. അതിന് ടെലിവിഷൻ ചിത്രനാളികളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നും അതുപോലെ അതിനകത്തുള്ള വാതകത്തിന്റെ സ്വഭാവത്തെ ആശ്രയിക്കുന്നില്ല എന്നൊക്കെ വ്യക്തമായിട്ട് പറയുകയും കാതോട് കിരണനാളികളിൽ ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്, അത് ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ പ്രോട്ടോൺ എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ സവിശേഷതയിൽ പെടാത്തത് തീർച്ചയായിട്ടും പ്രോട്ടോണുകളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഞാൻ പറഞ്ഞ പോലെ റാങ്ക് മേക്കിംഗ് ആയിക്കൊണ്ട് ഇപ്പോൾ കറന്റ്ലി നമ്മളുടെ എക്സാമുകളിൽ PSC എക്സാമുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ രീതിയിൽ, അതായത് ഒരു അസേർഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നു, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ദെൻ റീസൺ, ഈ അസേർഷൻ ആയിട്ട് തന്ന ക്വസ്റ്റ്യൻ്റെ റീസൺ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തരും. ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡുകൾ നൽകുമ്പോൾ കാതോഡ് റേ കൂടുതൽ വ്യതിയാനം സംഭവിച്ചു, ഡിസ്ചാർജ് ട്യൂബിലെ കാതോഡിലേക്ക് പതിക്കുന്നു. ഇത് എക്സ്പെരിമെന്റിനകത്ത് കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ആക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ റീസൺ ആയിട്ട് പറയുന്നത് ആ എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ്. അത് അസേർഷൻ റീസൺ നോക്കുക, റീസൺ ശരിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. റീസണും ശരിയാണെങ്കിൽ അടുത്ത ഒരു കാര്യം, അതായത് 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അസേർഷൻ ശരിയാണോ, റീസൺ ശരിയാണോ, റീസൺ അസേർഷന്റെ ശരിയായ എക്സ്പ്ലനേഷൻ ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നുള്ളതാണ്. അതായത് Aയും Rഉം ശരിയാണ്, Aയുടെ ശരിയായ വിശദീകരണമാണോ, Aയും R ശരിയാണ് പക്ഷേ Aയുടെ ശരിയായ വിശദീകരണം അല്ല, A ശരിയാണ് R തെറ്റാണ്, Aയും Rഉം തെറ്റാണ്. ഓപ്ഷൻ 4ഉം കോമൺ ആയിട്ടാണ് വരാറ്. എല്ലാ അസേർഷൻ റീസൺ ക്വസ്റ്റിന്റെ ഓപ്ഷൻസ് സാധാരണ ഇതിൽ കോമൺ ആയിട്ടാണ് വരാറ്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അസേർഷൻ റീസണും ശരിയാണ്, റീസൺ അസേർഷന്റെ ശരിയായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഏത് ഓപ്ഷൻ വേണമെങ്കിലും വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ശരിയാണോ തെറ്റാണോ, അതേപോലെ തന്നെ ഇതിൽ റീസൺ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ്. ഇനി വാല്യൂസ്, അതായത് NCERT ടെക്സ്റ്റ് ബുക്കിലെ അത് കഴിഞ്ഞ 2016 നോട്ടിഫിക്കേഷനിൽ വന്ന HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാല്യൂസ് ഡയറക്റ്റ് ചോദിക്കും, കോൺസ്റ്റന്റുകളുടെയൊക്കെ വാല്യൂസ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന മാസ് ഓഫ് ന്യൂട്രോൺ Mn, മാസ് ഓഫ് ഇലക്ട്രോൺ Me. അങ്ങനെയാണ് Mn/Me എത്രയാണ്. ഈ വാല്യൂ കൃത്യമായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വാല്യൂസ് ആണ്. അതിൻ്റെ ആൻസർ 1836, 1839, 1 ഇൻഫിനിറ്റി. തീർച്ചയായിട്ടും 1839 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. മാസ് വെച്ചിട്ടുള്ള റേഷ്യോസ് ഒക്കെ ഓരോന്നിൻ്റെ മാസ് അറിഞ്ഞിരിക്കണം. ഒരു ടേബിളിനകത്ത് ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ അടിച്ചു പറക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ചേരുമ്പടി ചേർക്കുക എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കൂ, ഗോൾഡ്സ്റ്റൈൻ, മിലിക്കൺ, ചാഡ്വിക്, തോംസൺ. ഇലക്ട്രോൺ ചാർജ്, ന്യൂട്രോൺ, പ്രോട്ടോൺ, E/Me അനുപാതം. ഇവിടെ തീർച്ചയായിട്ടും എലിമിനേഷൻ മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്ന ഏതാണെന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് തോംസണുമായിട്ട് ബന്ധപ്പെട്ട് അറിയാമെങ്കിൽ അതിനെ കണ്ടെത്തിയത്, തോംസൺ എന്താണ് കണ്ടെത്തിയത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെവിടെ ഓപ്ഷനിൽ എവിടെയാണെന്ന് നോക്കുക. അല്ലെങ്കിൽ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കറിയാം ന്യൂട്രോൺ കണ്ടെത്തിയ ചാഡ്വിക് ആണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചാഡ്വിക് എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 2 ആണ് വരേണ്ടത്. C2 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഇതിനകത്ത് കാണുള്ളൂ. അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഡയറക്റ്റ് ചിലപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. അല്ലെ, എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. എലിമിനേഷൻ മെത്തേഡിൽ ഉറപ്പായിട്ട് 2 ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് പറ്റും എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട്.
പിന്നെ ഗോൾസ്റ്റൈൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രോട്ടോണിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്ത ആളാണ്. പ്രോട്ടോൺ എന്ന് പറയുന്നത് കണ്ടെത്തിയ ആളാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 3 എന്നും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓപ്ഷൻ സിയിലാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. മിലിക്കൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് വഴി അദ്ദേഹം ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിക്കുന്നു. തോംസൺ ആണെങ്കിൽ E/me അനുപാതം കണ്ടുപിടിക്കുന്നു. അതിൻ്റെ വാല്യൂ ഒക്കെ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. ചേരുമ്പടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് വരും, വാല്യൂസ് ഡയറക്റ്റ് ചോദിക്കും, പ്രോബ്ലംസ് വരും. ഇതെല്ലാം ഇൻസൈഡ് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ എഫോർട്ട് ഇട്ട് എത്ര നാളുകൊണ്ട് ഇത് പഠിച്ചെടുക്കുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത നമ്മളുടെ മുമ്പിലേക്ക് വരുന്നു. നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പബ്ലിക്കായിട്ടും ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നറിയാൻ ഇൻട്രിൽ റെഗുലറായിട്ട് ക്ലാസ്സുകളും ബാച്ചുകളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൂടുതൽ എഫോർട്ട് അതിനകത്ത് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ എന്നാൽ പോലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സപ്പോർട്ടായിട്ട് ഇതിൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് എന്നോട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. കൂടുതൽ ഡിസ്കഷൻ, കൂടുതൽ ക്വസ്റ്റൻസും ചാപ്റ്റർ വൈസ് ഒക്കെ ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്തിടാം. നിങ്ങളുടെ ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും താഴെ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. അതിനെ വെച്ചിട്ടൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. സോ ഒരുപാട് നാളത്തെ നമ്മുടെ കഷ്ടപ്പാട് അതിന് പോസിറ്റീവായിട്ടുള്ള മറുപടികൾ വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കൂട്ടായുള്ള ഒരു പരിശ്രമത്തിലൂടെ വീണ്ടും നമുക്ക് ഇതിനെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയോടുകൂടി ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.